തൃത്താല നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു പത്രിക നൽകാൻ എത്തിയത്. LDF നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി കൂടിയായ തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MP രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ തൃത്താല മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പട്ടാമ്പി തഹസിൽദാർക്കാണ് പത്രിക നൽകിയത്. കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസ്സരം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. LDF നേതാക്കളായ MR മുരളി, TP മുഹമ്മദ്, VK ചന്ദ്രൻ, PN മോഹനൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം MP രാജേഷ് പ്രതികരിച്ചു. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനമാണ് നടപ്പാക്കിയത്. സർക്കാരിൻ്റെ വികസന പദ്ധതികളുടെയും ക്ഷേമപ്രവർത്തനങ്ങളുടെയും ഗുണഫലം ലഭിക്കാത്തവരായി ആരും ഉണ്ടാവില്ലെന്നും MP രാജേഷ് പറഞ്ഞു. തൃത്താലയിൽ നിന്ന് LDF സ്ഥാനാർത്ഥിയായിട്ട് ഒരിക്കൽ കൂടി ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഈ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ മികച്ച വിജയം LDFന് കൈവരിക്കാനാവും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ LDF ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ്. അതിൻ്റെ ഗുണഭോക്താക്കളാവാത്ത ഏതെങ്കിലും ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്ന് കരുതുന്നില്ല. എല്ലാ വിഭാഗം ആളുകൾക്കും ഏതെങ്കിലും നിലയിൽ സർക്കാരിൻ്റെ ഒരു കരുതൽ സഹായം ലഭിച്ചിട്ടുള്ളവരാണ്. 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിലുണ്ടായ കുതിപ്പ് കേരളത്തിൻ്റെ ആകെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം അതിൻ്റെ പ്രയോജനം വളരെ കൂടുതൽ അനുഭവിച്ചൊരു മണ്ഡലമാണ് തൃത്താല മണ്ഡലം. 1152.5 കോടി രൂപയുടെ 577 പദ്ധതികളാണ് കഴിഞ്ഞ 5 വർഷം തൃത്താലയിൽ നടപ്പിലാക്കിയത്. ഈ പദ്ധതികൾ എന്ന് പറയുമ്പോൾ അതിൽ അരനൂറ്റാണ്ടിലധികമായി തൃത്താലക്കാർ കാത്തിരുന്ന ഇതുവരെ നടക്കാതെ പോയ പദ്ധതികളുണ്ട്. കാന്തപ്പുഴ പാലം, കുട്ടക്കടവ് റെഗുലേറ്റർ, അതുപോലെ തന്നെ ITI, സുശീലപ്പടിയിലെ റെയിൽവേ മേൽപ്പാലം, ഇങ്ങനെയുള്ള ഏറെക്കാലം കാത്തിരുന്ന പദ്ധതികളുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.